ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ എത്രാം നില? ഇതിൻ്റെ 13ാമത്തെ നിലയിലാണ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ ദുബായ് യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായിലെത്തിയ ശേഷം നമ്മുടെ ആദ്യത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ലോകത്തിൽ തന്നെ ഒരേ ഒരു 7 സ്റ്റാർ റെസ്റ്റോറൻ്റായ ബുർജ് അൽ അറബ് സന്ദർശിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഫ്രണ്ട് സംഗീതാണിത്. ഇവൻ രാവിലെ തന്നെ ഇവിടെ എത്തി ഞങ്ങളെ പിക്ക് ചെയ്ത് ബുർജ് അൽ അറബിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ജോലിക്ക് പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത് ദുബായിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഷെയ്ഖ് സയ്യിദ് റോഡിലൂടെയാണ്. ദി ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ഈ റോഡിന് ഇരുവശങ്ങളിലുമായിട്ടാണ് ദുബായിലെ ഏറ്റവും മനോഹരവും വലുതുമായ പല ബിൽഡിങ്ങുകളും സ്ഥിതി ചെയ്യുന്നത്. ദുബായ് ഫ്രെയിം, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, ബുർജ് ഖലീഫ തുടങ്ങി ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കെട്ടിട സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിന് വശങ്ങളിലായിട്ടാണ്. എന്തായാലും കുറച്ചു നേരത്തേക്ക് നമുക്ക് ദുബായ് നഗരത്തിന്റെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും എല്ലാം ഭംഗി കണ്ട് യാത്ര ചെയ്യാം. അതിനുശേഷം നമുക്ക് ബുർജ് അൽ അറബിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതാണ് T2 ടാങ്ക്. അയ്യോ, ഇന്ന് കുറച്ച് വിസിബിലിറ്റി കുറവ് പോലെ ഉണ്ട് കേട്ടോ. മേളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് പോകലേ ക്ലിയർ ആവുമായിരിക്കും. എയർപോർട്ട് ഏതാ അല്ല, ഇത് അതിന്റെ മെയിൻ വ്യൂ ഇതാ. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഇത് മെട്രോ വരാം. മെട്രോ വന്നിട്ട് എമിറേറ്റ്സ് ടവേഴ്സിൽ ഇറങ്ങിയത്. ബ്രോങ്ങോ കിടു വണ്ടി കേട്ടോ. ഇതാണ് ബിൽഡിംഗ് ബിൽഡിംഗ് ദുബായ് 1990 എന്ന് പറഞ്ഞ് കാണിക്കുന്ന പിക്ചർ കണ്ടിട്ടില്ലേ? ടൊയോട്ടയുടെ ഒറ്റ ബിൽഡിംഗ് മാത്രം കാണിക്കുന്ന ഈ ബിൽഡിങ്ങിലെ ആകെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് അതായിരുന്നു. അതും ആദ്യത്തെ വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ട്. ഈ ഷോപ്പുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യണ്ടേ? വണ്ടി അങ്ങനെ കയറ്റുന്നത് പലയിടത്തും എക്സിറ്റ്സ് ഉണ്ട്. ഹോട്ടൽസ്, ഫ്ലാറ്റ്സ് എല്ലാം ഉണ്ട്. അത് വൺ ഓഫ് ദ ഞങ്ങളുടെ ഒരു എൻറ്റിറ്റിയാണ്. മസ്രാട്ടി അങ്ങനെ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 7 സ്റ്റാർ ഹോട്ടലുകളൊന്നായ ബുർജ് അൽ അറബിൽ എത്തിയിരിക്കുകയാണ്. സംഗീത് ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം ജോലിക്ക് പോയി. രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകളും തിരക്കുമായിരുന്നു ഇവിടെ. കുറേ നേരം അവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഇവിടെയല്ലായിരുന്നു ശരിക്കും വരേണ്ടിയിരുന്നത്. വേറൊരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ ചെന്ന ശേഷം അവിടെ നിന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് അവരുടെ വണ്ടിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദുബായിലെ ആഡംബര ഹോട്ടലുകളിൽ മുൻപന്തിയിലാണ് ബുർജ് അൽ അറബ്. ജുമൈറ വികസിപ്പിച്ചതും കൈകാര്യം ചെയ്യുന്നതുമായ ഈ ഹോട്ടൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലുകളിൽ ഒന്നാണ്.
എന്നിരുന്നാലും ഇതിൻ്റെ ഏതാണ്ട് 39% ആളൊഴിഞ്ഞ ഭാഗമാണ്. ജുമൈറ ബീച്ചിൽ നിന്നും 280 മീറ്റർ അകലെ ഒരു കൃത്രിമ ദ്വീപിലാണ് ബുർജ് അൽ അറബ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കപ്പലിനോട് സാമ്യമുള്ള തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പനയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 210 മീറ്റർ ഉയരത്തിൽ മേൽക്കൂരയ്ക്ക് സമീപം ഒരു ഹെലിപാഡുമുണ്ട്. ഇതും ഈ ഹോട്ടലിനെ മറ്റുള്ള ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇവിടെ മറ്റേ ഗോൾഡൻ ടീ അല്ലേ? ഇവിടെ നിന്ന് നമ്മൾക്ക് ഹോട്ടലിൻ്റെ പ്രധാന എൻട്രൻസിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് എല്ലാം രജിസ്റ്റർ ചെയ്ത ശേഷം സെക്യൂരിറ്റി ടാഗും മറ്റുമായി ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഹോട്ടലിലേക്ക് വിടുന്നത്. ബുർജ് അൽ അറബും ജുമൈറ ബീച്ച് ഹോട്ടലും സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഫ്രണ്ട് പ്രദേശം മുൻപ് ചിക്കാഗോ ബീച്ച് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബുർജ് അൽ അറബിൻ്റെ നിർമ്മാണ സമയത്താണ് പഴയ ഹോട്ടൽ തകർന്നത്. WKയുടെ ആർക്കിടെക്ട് ടോം റൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി കൺസൾട്ടൻസി ആറ്റ്കിൻസ് ആണ് ബുർജ് അൽ അറബ് രൂപകൽപ്പന ചെയ്തത്. പകൽ സമയത്ത് മരുഭൂമിയിലെ സൂര്യനിൽ നിന്നുള്ള കവചമായും രാത്രിയിൽ പ്രകാശത്തിനുള്ള സ്ക്രീനായും വർത്തിക്കുന്ന രീതിയിലുള്ള ഐക്കോണിക് ഡിസൈനാണ് അദ്ദേഹം ഈ ബിൽഡിങ്ങിന് വേണ്ടി രൂപകൽപ്പന ചെയ്തത്. ഈ ബിൽഡിങ്ങിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിയന്ത്രിച്ചത് WS ആറ്റ്കിൻസന്റെ കനേഡിയൻ എഞ്ചിനീയർ റിക് ഗ്രിഗറിയാണ്. ബ്രിട്ടീഷ് ചൈനീസ് ഡിസൈനറായ ഗുവാൻ ചുവാൻ്റെതാണ് ബുർജ് അൽ അറബിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഹോട്ടലിൻ്റെ ദ്വീപിൻ്റെ നിർമ്മാണം 1994 ആരംഭിച്ചത്. പീക്ക് നിർമ്മാണ സമയത്ത് ഏതാണ്ട് 2000 നിർമ്മാണ തൊഴിലാളികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോട്ടൽ സന്ദർശിക്കുന്നതിനുള്ള ടിക്കറ്റും മറ്റും ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഒരാൾക്ക് 249 ദിർഹംസാണ് ഈ ഹോട്ടൽ സന്ദർശിക്കുന്നതിന് വേണ്ടി ഈടാക്കുന്നത്. കൂടാതെ നമ്മൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായ UMA ഗോൾഡ് ക്യാപിച്ചിനോയും ഓർഡർ ചെയ്തു. 150 ദിർഹംസമാണ് ഈ ഗോൾഡ് ക്യാപിച്ചിനോയ്ക്ക് ഈടാക്കുന്നത്. ഈ ക്യാപിച്ചിനോയുടെ മുകളിൽ സ്വർണത്തിൻ്റെ തരികൾ വിതറിയിട്ടുള്ള ഒരു ക്യാപിച്ചിനോയാണിത്. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. As well as me and my colleague, they will be stopping on the main bridge. You can take pictures as much as you can. Thank you for joining us on the Inside Burj Al Arab tour. We are looking forward to guiding you through this world-famous landmark and taking you on a journey which few have gone on before. Construction began on this megastructure in 1994. The idea took 2 years to create, with the hotel taking 3 years to construct afterwards. At the end of this track, as Burj Al Arab comes into view, including the iconic helipad, which is hosted on a cantilever platform 210 meters high, and the stunning sky view bar 27 floors up with uninterrupted ocean views. As we journey closer to the hotel, leading to Burj Al Arab, where many wish to tread, but few have been able. ഇവിടെ നിന്നും നമ്മൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഈ ഹോട്ടലിൻ്റെ മനോഹരമായൊരു ദൃശ്യമാണ് ഈ ഭാഗത്തുനിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബുർജ് അൽ അറബിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾക്ക് അറ്റ്ലാന്റിസ് എന്ന മറ്റൊരു വലിയ ഹോട്ടലും കാണാൻ സാധിക്കും. സൗത്ത് ആഫ്രിക്കൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ മുറെ ആൻഡ് റോബോട്ട്സ് ആണ് ഈ ഹോട്ടൽ നിർമ്മിച്ചത്. ഇപ്പോൾ കോൺകോർ എന്നും അൽ ഹബ്തൂർ എഞ്ചിനീയറിംഗ് എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. KCA ഇന്റർനാഷണലിലെ കുവാൻ ചൂവും ജോൺ കോർലാനും ചേർന്നാണ് ഇൻറ്റീരിയർ ഡിസൈനുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഐറിഷ് വാസ്തുശില്പിയായ റെബേക്ക ഗർണനാണ് ഹോട്ടലിൻ്റെ ഹെലിപാഡും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ 28ാം നിലയിലാണ് ഹെലിപാഡ് സ്ഥിതി ചെയ്യുന്നത്. ഹെലിപാഡ് ഒരു കാർ റേസ് ട്രാക്കായും ബോക്സിംഗ് റിങ്ങായും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ടെന്നീസ് മത്സരവും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കൈറ്റ് സർഫിംഗ് ജമ്പിനുള്ള ജമ്പിംഗ് പോയിന്റും ആയും ഇത് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതിമനോഹരവും നിരവധി സവിശേഷതകളുമുള്ള ഈ ഹോട്ടൽ സങ്കീർണമായ എഞ്ചിനീയറിംഗ് മികവോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഒരു കൃത്രിമ ദ്വീപിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്നും കരയെ വീണ്ടെടുക്കാൻ ഏതാണ്ട് 3 വർഷത്തോളം എടുത്തു. അടിത്തറ ഉറപ്പിക്കുന്നതിനായി ഇതിൻ്റെ നിർമ്മാതാക്കൾ ഏതാണ്ട് 230-240 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ ഡ്രില്ലിംഗ് രീതിയിൽ മണലിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. എഞ്ചിനീയർമാർ വലിയ പാറകളുടെ ഒരു ഭൂതല പാളി തന്നെ സൃഷ്ടിച്ചു. അത് കോൺക്രീറ്റ് കട്ടയും പാറ്റേണും ഉപയോഗിച്ച് ചുറ്റി നിർമ്മിച്ചിരിക്കുന്നു.
ഇത് അടിത്തറയെ മണ്ണൊലിപ്പിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് മാത്രമായി ഏതാണ്ട് 3 വർഷത്തോളം സമയമെടുത്തു. കെട്ടിടത്തിൽ ഏതാണ്ട് 70,000 മീറ്റർ കോൺക്രീറ്റും 900 ടൺ സ്റ്റീലും അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും 210 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് അൽ അറബിൻ്റെ ഹെലിപാഡ് റോജർ ഫെഡററും ആന്ദ്രെ അഗാസിയും തമ്മിലുള്ള ടെന്നീസ് മത്സരവും റെഡ് ബുൾ അത്ലറ്റുകളുടെ സ്റ്റണ്ടുകളും ഉൾപ്പെടെ നിരവധി ഹൈ പ്രൊഫൈൽ ഇവൻറ്റുകളുടെ ഒരു സെറ്റ് കൂടിയാണ്. ജുമൈറ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ഈ ഹോട്ടലിൽ 199 എക്സിക്യൂട്ടീവ് സൂട്ടുകളുണ്ട്. 2012 CNN ഗോ സമാഹരിച്ച ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 15 ഹോട്ടൽ സ്യൂട്ടുകളിൽ ഒരു രാത്രിക്ക് ഏതാണ്ട് $24,000, അതായത് നമ്മുടെ 20 ലക്ഷത്തോളം നിരക്കിൽ റോയൽ സ്യൂട്ട് 12ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏക 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അവകാശപ്പെടുന്നു. ഒരിക്കൽ ഔദ്യോഗികമായി ഹോട്ടൽ തുറക്കുന്നതിന് മുമ്പ് സന്ദർശിച്ച ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ കാരണമാണ് ഈ പേര് പ്രത്യക്ഷപ്പെട്ടത്. മാധ്യമപ്രവർത്തകൻ ബുർജ് അൽ അറബിനെ അവൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളും കൂടുതൽ എന്ന് വിശേഷിപ്പിക്കുകയും അതിനാൽ അതിനെ ഒരു 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരിക്കലും തങ്ങളുടെ പരസ്യത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നും അവർ അവകാശപ്പെടുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഹോട്ടലിൻ്റെ പ്രധാന മുറികളിലേക്കും റോയൽ സ്യൂട്ടിലേക്കും എല്ലാം പ്രവേശിക്കുകയാണ്. ഇനി ഹോട്ടലിൻ്റെ ഒരു ഗംഭീരമായ കാഴ്ചയാണ് ഇനി അങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ മനോഹരമായ ബീച്ചിൻ്റെ ദൃശ്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അതിഗംഭീരമാണത്. കൊറോണയ്ക്ക് മുന്നേ റോയൽ സ്യൂട്ട് റെൻറ്റിന് കൊടുത്തിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ റോയൽ സ്യൂട്ട് ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടാണ് കാണാൻ കൊടുക്കുന്നത്. ആഡംബരത്തിൻ്റെ അങ്ങേയറ്റത്തെ വാക്കാണ് റോയൽ സ്യൂട്ട്. അതിഗംഭീരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോയൽ സ്യൂട്ടിൽ ഗോൾഡ് പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ടോയ്ലറ്റും ബാത്ത് ടബും എല്ലാം അടങ്ങിയതാണ്. ഇതെൻ്റെ ആർക്കിടെക്ചറാണല്ലേ. ഈ ഹോട്ടൽ നിർമ്മിച്ച ആർക്കിടെക്ചറിന്റെ ഒറിജിനൽ ഡിസൈനും മറ്റുമാണിത്. Who's the main architect for this? Architect is Tom Wright. This guy? Yes. Okay. He's from London. London. Yeah. 28ാം നിലയിലുള്ള ഹെലിപാഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ നമുക്ക്? സോറി, പ്രൈവറ്റ് മാൻ, ഇത് നമുക്ക് പ്ലാൻ ചെയ്തേ. നമ്മൾ താമസിക്കേണ്ടത് ഇവിടെയൊക്കെയാണ് നമ്മൾ വീട് എടുക്കേണ്ടത്. അല്ലാതെ അവൻ്റെ പെരുമാറി 5 സെൻറ്റ് സ്ഥലം അതും ലോണിൽ. ഡൈനിങ് എക്സ്പീരിയൻസ് ഇവിടെയാണ് നമ്മുടെ ഇത്. ബുർജ് അൽ അറബിലെ ഡൈനിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണിത്. എല്ലാം ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് ബുർജ് അൽ അറബിൻ്റെ ഹെലിപാഡിൽ നടന്ന മത്സരങ്ങളിൽ കളിക്കാരും മറ്റും ഉപയോഗിച്ച വസ്തുക്കളും അവരുടെ ഡ്രസ്സും ഹെൽമറ്റും എല്ലാം കാണാൻ സാധിക്കും. ബുർജ് അൽ അറബിൻ്റെ ഹെലിപാഡിൽ റോജർ ഫെഡററും ആന്ദ്രെ അഗാസിയും കളിച്ച ടെന്നീസ് മത്സരത്തിൽ ഉപയോഗിച്ച ബാറ്റാണിത്.
Stand in the middle. Okay, then? അറബി കഴിച്ചാൽ നമ്മുടെ ये 3D വ്യൂ പോലെ തന്നെയാണ്. ഓ Or Burj Al Arab views. okay. If we select Burj Al Arab, we have to take this iPad and scan this building. It will turn into. Alright, so each Once floor, again, whatever we have things to in each floor, they will activate display. Burj Al Arab. So Oh my god, this structure will, that's awesome, man. and here it will come like Alright, what we have to see. the first floor, what it is? The beginning? So this is one restaurant Okay. called Al Mahara. Premium seafood restaurant in Dubai, perfect for intimate diners with loved ones, offering great ambient ease. What is Royce suit? ബുർജ് അൽ അറബിന്റെ ഒരു മിനിയേച്ചർ കോപ്പിയാണിത്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഐപാഡ് ഉപയോഗിച്ച് ഇത് സ്കാൻ ചെയ്താൽ നമ്മൾക്ക് ബുർജ് അൽ അറബിന്റെ ഓരോ ഫ്ലോറും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതിന് ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും വ്യക്തമായ പിക്ചർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. Spanning the entire 20 ഇതൊക്കെ നമ്മൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് തരുന്നത്. ടെക്നോളജി ഇവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും ഗംഭീരവും യൂസ്ഫുള്ളുമായ രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. where small functions can be conducted. And we have the helipad. Hey, that's So go to Dubai. ഇനിയാണ് നമ്മൾ ബുർജ് അൽ അറബിലെ പ്രശസ്തമായ UMA ഗോൾഡ് ക്യാപ്ചിനോ കുടിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് കയറും മുമ്പ് തന്നെ നമ്മൾക്ക് ഈന്തപ്പഴവും അറബിക് ബ്ലാക്ക് ടീയുമെല്ലാമായിട്ടുള്ള ഒരു സ്വീകരണമുണ്ട്. അത്യാവശ്യം തിരക്കുള്ള ദിവസമായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ടേബിൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി. ഓക്കെ, അറബിക് കോഫി. അറബിക് ഈത്തപ്പഴം, അറബിക് ബീഫ്സ് വിത്ത് അറബിക് കോഫി. വെച്ച ഗ്ലാസ് കോപ്പ. ആ സമയം തെറ്റാം. താങ്ക് യു. Fresh juices, orange, pineapple, watermelon, lemon. Maybe we can own a yacht as well. Would they accept dollars? Probably. Going to Missionary is 24 and UM8 so farming French pastry contains egg and you need a sugar for your coffee? You need a sugar? Okay, actually. Yeah, you bring it. Yeah, UMA, United Arab Emirates. ഫോട്ടോ കേരള ഊരണം അത് അങ്ങനെ എൻ്റെ ഫിറ്റിങ് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ സാധനമാണത്. പവർ ബാങ്ക് തന്നെ. ഇനി നമ്മൾ പോകുന്നത് ബുർജ് അൽ അറബിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനായ റോയൽ സ്യൂട്ട് കാണുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ക്യൂൻസിൻ്റെയും കിങ്ങിൻ്റെയും ബെഡ്റൂംസ് ഉണ്ട്. കൂടാതെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ടിവിയും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. Welcome to the Royal Suite, the jewel in the crown of Burj Al Arab. Please come in. Thank you. Bright and colorful, it will look amazing on your camera. Feel free to take photos and videos, but just one humble request, please no sitting on any sofa or furniture. It's all considered as antique. No jumping on the bed, okay? Okay, so we'll start with the living room. After that, we'll continue upstairs to see the bedroom. And the last part will be the dining room. So this is the original setup of the suite from 1999. Even the carpet, you can still feel the softness because it's a handmade carpet from Kashmir, India. This room also is filled with antiques and artwork from all over the world, just like this Japanese table. Dated back from the 19th century, so it's over 200 years now.
living room, we have this custom-made 24-karat gold-plated TV. 22 karat gold TV. സ്വർണ്ണ ടി വിയാണ്, സ്വർണ്ണ ടി വി. This is the Al Majlis traditional style Arabic living room and the queen's bedroom over there. And we have the library room now that we close it for the Christmas event. That can be changed into another bedroom. This is close. Yes, this one. And the first one is the experience. We take you to. നിങ്ങൾ പറഞ്ഞ ഇതെവിടെയാ? ഗോൾഡ്. അതുപോലെ പിന്നല്ല മൊത്തം ആൾക്കാർ ആ You can be there inside. No. Yeah. Is it? Come this side. I hope. Yeah. You know. Tune so good. Yeah, this is now for you. Yes. That's a good question. So we also have this bed. So we do like ബുർജ് അൽ അറബിലെ റോയൽ സ്യൂട്ടിലെ കിങ്സിൻ്റെ റൂമാണിത്. ഇവിടുത്തെ ബെഡ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ ഈ ബെഡ് ഓൾമോസ്റ്റ് 360 ഡിഗ്രിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. 2019 മുൻപ്, അതായത് കൊറോണയ്ക്ക് മുൻപ് വരെ മാത്രമേ ഈ ഹോട്ടലിലെ റൂമുകൾ റെൻ്റ് ഔട്ട് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് തുറന്നു കൊടുക്കുന്നത്. ഐശ്വര്യയും അഭിഷേക് ബച്ചനും ഉൾപ്പെടെയുള്ള ലോകത്തിലെ നിരവധി സെലിബ്രിറ്റികൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഇവിടെ അവസാനമായി സ്റ്റേ ചെയ്തത്. എന്താ അല്ലേ ഏത് ഈ റൂമിനാ ഇവിടെ കിടക്കാനാ? അപ്പോൾ ഏത് സമയത്ത് അവർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വിസിറ്റേഴ്സ് മൊത്തം ഉണ്ടല്ലോ. ആ ആ ഓ ഷെൽഫ് വെക്കണം. ആണോ? ആരെ? ലൂയിസ് ഹാമിൽട്ടൺ. അതിനുശേഷം കൊടുത്തല്ലോ അല്ലേ? ഓ ഓക്കെ ഓക്കെ. Then I went for Dubai. മറ്റേ ഇവിടെ ഇല്ല. ഗോൾഡ്. രണ്ട് ബാത്റൂമാണ്. ഡൈനിങ് good. Everything is very awesome. Upstairs, so we wish we could stay here. Oh, if you taking our photos, so we should go back and take some. This is also called the Sun Pass room. It's one of the most detailed rooms in the Royal Suites. With the only 4 elements, which is earth, water, air, and fire, from the details of the carpets on the walls and also the ceiling. So
Morano from Venezia. There is 2 antiques from China. That room over there used to be the kitchen, but now it's going to be the embassies. So when you're staying here, you have a private chef and a private butler. Example time, maybe tomorrow or the day after tomorrow. So you choose the one that you want to come. Okay? അയ്യോ ഇതെടുക്കണ്ടോ മകൻ ഫുൾ സ്വർണ്ണ തളികയല്ലേ അത് ആറ്റിറ്റ്യൂഡിൽ നടന്നാ ആറ്റിറ്റ്യൂഡ് ആ ഇതാണ് ആറ്റിറ്റ്യൂഡ് ഇതാണ് ആറ്റിറ്റ്യൂഡ് താങ്ക് യു ഫുൾ ചെല്ലർ താങ്ക് യു മാം യു ടു തള്ളു തള്ളു തള്ളുന്നൊക്കെ നോക്കി തള്ളണം ബുർജ് അൽ അറബിൻ്റെ താഴെ ഇരുന്ന് കുറച്ചു നേരം ബിസിനസ്സൊക്കെ സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പിന്നീട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് 3 മണിയോടുകൂടി ബുർജ് അൽ അറബിനോട് വിട പറഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് ബുർജ് ഖലീഫ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ദുബായ് യാത്രയുടെ മറ്റുള്ള വീഡിയോസുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. അല്ല അങ്ങോട്ട് ഇറങ്ങിന് വണ്ടികളുടെ ഒരു പേരും मैं एक व्लॉग देखा वो मोटर बाइक का वो जर्मनी का आदमी है वो सिटी पे सही है वो क्या नाम है अब्राहम ആരാടാ